ഹായ്, ഞാൻ സൂര്യ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓട്ടോയിലാണ് കേട്ടോ യാത്ര. അപ്പം ഇന്നൊന്ന് നമ്മൾ എറണാകുളം വരെ പോവാണ്. വന്നിട്ടുണ്ടോയെന്ന് എന്നോട് ചോദിച്ച് വേഗം തന്നെ ഞാൻ ചാടിക്കയറി ഒരുങ്ങിക്കെട്ടി ഓട്ടോയിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ വൈപ്പിനിൽ റോറോ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ 1.5 മണിക്കൂറോളം റോറോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. നമ്മൾ വണ്ടിയിലല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് കേട്ടോ. അങ്ങനെ എന്തായാലും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോ പിടുത്തമൊക്കെ നടത്തിയിട്ടാണ്. നമ്മളങ്ങനെ റോറോയിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ വന്നു കേട്ടോ. നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ കാണുന്നത്. പക്ഷേ മഴയുടെ സൗണ്ടും വണ്ടിയുടെ സൗണ്ടും ഒക്കെ ആയിട്ട് ഒട്ടും കേൾക്കാൻ പറ്റാണ്ടായില്ല. അപ്പോൾ ഞാനത് മ്യൂട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് വഴി തെറ്റിയാണെങ്കിൽ പോലും നമ്മളിന്ന് മട്ടാഞ്ചേരി ജ്യൂസ് സ്ട്രീറ്റിലൂടെയൊക്കെ പോയിട്ടാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ പോകേണ്ട ആവശ്യമുണ്ടായില്ല. പക്ഷെ നമ്മുടെ വഴിയൊന്ന് കുറച്ച് തെറ്റിപ്പോയി. അതുകൊണ്ട് മട്ടാഞ്ചേരി ജ്യൂസ് സ്ട്രീറ്റൊക്കെ ഒന്ന് കാണാൻ പറ്റി, അതിൽ കൂടെ ഒക്കെ ഒന്ന് പാസ് ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ ഇന്ന് ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി, തോപ്പുംപടി പാലം, അതെല്ലാം നമ്മളിന്ന് കണ്ടു കേട്ടോ. ഇവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ പോണത്. അപ്പോൾ വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ ജ്യൂസ് സ്ട്രീറ്റിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു കൂട്ടാ. നമുക്ക് മഴയുമായിരുന്നു, ടൈമും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ട് അവിടെയൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും നമുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കുറച്ച് എടുത്തിട്ട് വണ്ടിയിലിരുന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണങ്കാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ പേരും കണ്ണങ്കാട്ട് പാലം എന്നാണ്, സ്ഥലത്തിൻ്റെ പേരും അതെ. പിന്നെ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ആ അമ്പലത്തിൻ്റെ പേരും കണ്ണങ്കാട്ട് തന്നെയായിരുന്നു കേട്ടോ. സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ വണ്ടിയുടെ പേപ്പർ ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഒരു പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം പക്ഷേ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അവർ ഊണ് കഴിക്കാൻ പോയേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെയും വെയിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട്, കണ്ണങ്കാട്ട് ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ പേര് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. അവിടെ ഒരു പുഴ കാണുന്നുണ്ട്, വെറുതെ ഒന്ന് അവിടം വരെ നടന്നു നോക്കാം. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, നടക്കാൻ പറ്റുമോ നോക്കട്ടെ. മഴ പെയ്തിട്ടേ താഴെയൊക്കെ നിറച്ച് വെള്ളവും. സ്ഥലമൊക്കെ കൊള്ളാട്ടെ. എന്തായാലും സമയം ഇപ്പം 1:30 കഴിഞ്ഞിട്ടാ. അവർ ഫുഡ് കഴിക്കാൻ പോയേക്കാണ്. എന്തായാലും നമുക്ക് വിശക്കുണ്ട്, നല്ല വിശക്കുണ്ട്. രാവിലെ തന്നെ ചായ പിടിച്ചതല്ലേ, എന്തായാലും അതൊക്കെ ദഹിച്ചു പോയി. അപ്പം നല്ല മഴക്കാർ വെച്ചിട്ടോ ആ സമയത്ത്, നല്ല മഴക്കാർ. കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മഴ പെയ്യുമെന്ന് തോന്നിയായിരുന്നു. പക്ഷെ നമുക്ക് വേഗം എന്തായാലും പേപ്പറൊക്കെ കൊടുത്തു നമ്മളവിടെ നിന്ന് തിരിച്ചു പോരാട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള പാർക്ക് പോലത്തെ ഒരു സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട്, നല്ല വോക്ക് വേ ഒക്കെയാണ്. അപ്പോൾ കുറേ പേര് അവിടെ, കുറേ പേരൊന്നുമില്ല എന്നാലും ആ ഇരിക്കുന്ന ബെഞ്ചിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇറങ്ങാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെവിടെയും നിന്നില്ല, നേരെ പോവാണ് കേട്ടോ. അല്ലെങ്കിൽ ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സമയം പോവും റോറോയിൽ കയറാൻ വേണ്ടിയിട്ട്. ഇത്രയും വണ്ടികൾ അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ബാക്കിൽ വേണം നമുക്ക് പോവാൻ. അപ്പോൾ കുറേ നേരം അങ്ങനെ ഒന്ന് വിശപ്പായപ്പോൾ ഞങ്ങൾ കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാ. പഴംപൊരിയും സമൂസയൊക്കെ ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ റോറോയിൽ കയറി അപ്പുറം എത്തുമ്പോഴത്തേക്കും ഒരു സമയമാവും. അത് കഴിഞ്ഞിട്ടല്ലേ ഇനി ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇവിടെയും കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെയും എന്ത് ചെയ്തു, കുറേ നിന്ന് ഫോട്ടോ പിടുത്തം തന്നെയായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും സമയം കളയണ്ടേ, അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അവിടെ സമയം ചിലവാക്കി. അപ്പം നമ്മുടെ റോറോ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് കയറാം. അങ്ങനെ റോറോയിൽ കയറിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. റോറോയിൽ കയറിയിട്ട് നമ്മൾ പോരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ
ഇതിനിടയിൽ നമുക്ക് ഊണ് കഴിച്ചത് നമ്മൾ എടുത്തില്ല കേട്ടോ. ഊണ് കഴിച്ച് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഭക്ഷണത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അത് കഴിഞ്ഞ് എന്തായാലും വൈകിട്ടൊക്കെ ആയി. നമ്മളപ്പോൾ എന്താ ഒരു മസാല ദോശ കഴിക്കാൻ കയറി. നല്ല മസാല ദോശയായിരുന്നു. ചമ്മന്തിയും സാമ്പാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചുവന്ന ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്ന് ഫോട്ടോ വെച്ചും ഇടക്കൊച്ചിയും എറണാകുളവും വൈപ്പിനും എല്ലാം കറങ്ങിയതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ വീട്ടിൽ വന്ന് കുറച്ച് മിച്ചർ ഇരുന്ന് കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.